ക്ലാസ്സിൽ എക്സസൈസ് 11.3-ലെ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാം. എക്സ്പ്രസ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സ് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പർ നോക്കാം. ഫസ്റ്റ് നമ്പർ 5 ഫസ്റ്റ് ഡിജിറ്റ്, അതിനുശേഷം കുറേ സീറോസ് ആണ് അല്ലേ. ഇതൊരു വലിയൊരു നമ്പറാണ്. അപ്പോൾ എത്ര സീറോസ് ഉണ്ട് നോക്കി. 1 2 3 4 5 6 7 സീറോസ്. 5 കഴിഞ്ഞിട്ട് 7 സീറോ ഉള്ള ഒരു നമ്പറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ആദ്യം ഫസ്റ്റ് ഡിജിറ്റിന് ശേഷം ഒരു ഡെസിമൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് ഇവിടെ ഏതാ 5. 5ന് ശേഷം ഒരു ഡെസിമൽ. ഇനി ഇവിടെ എല്ലാം സീറോസ് ആയതുകൊണ്ട് 5.0 ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ഡിജിറ്റ് എടുത്തെഴുതി, അതിനുശേഷം ഒരു ഡെസിമൽ ഇട്ടു, ഡെസിമൽ പോയിന്റ്. അതുപോലെ ഇതെല്ലാം അതിനുശേഷം സീറോസ് ആയതുകൊണ്ട് നമുക്കിവിടെ 0 ഇട്ടു. ഇൻറ്റു, ഇനി ഇവിടെ എല്ലാം 0 ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിതിനെ 10ൻ്റെ ഫോമിലേക്ക് മാറ്റാം. അപ്പോൾ 10 raised to എത്ര സീറോ ഉണ്ട്? 7 സീറോസ്. അപ്പോൾ 10 raised to 7. 10 raised to 7 എഴുതാൻ കാര്യം എന്താ? എത്ര സീറോ ഉണ്ട്? 1 2 3 4 5 6 7 സീറോസ്. അപ്പോൾ 10 raised to 7 എഴുതി. അതായത് ഡെസിമൽ കഴിഞ്ഞിട്ട് 7 ഡിജിറ്റ് ഉണ്ട് അല്ലേ. ഈ ഡെസിമൽ നമ്മളിട്ടു, ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ ഇട്ടു. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പിന്നെല്ലാം സീറോസ് ആയതുകൊണ്ട് 5.0 എന്ന് എഴുതി. ഇനി ഇൻറ്റു, ഈ ഡെസിമൽ കഴിഞ്ഞിട്ട് എല്ലാം 0 ആണ്. എത്ര സീറോ ഉണ്ട്? 7 സീറോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 10ൻ്റെ ഫോമിലേക്ക് മാറ്റി നമ്മൾ 10 raised to 7 എഴുതി. അപ്പോൾ ആൻസർ എന്താണ്? ഈ 5.0 എന്ന് പറഞ്ഞാൽ 5 എന്നാണ് അല്ലേ. ഏതൊരു സംഖ്യയും ഇപ്പോൾ 6.0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആൻസർ എന്താ? 6 ആണ്. ഡെസിമൽ കഴിഞ്ഞിട്ട് 0 മാത്രം വരണമെങ്കിൽ അതിന് വാല്യൂ ഇല്ല. അപ്പോൾ നമുക്ക് 5 എന്ന് എഴുതാം. 5 ഇൻറ്റു 10 raised to 7. അപ്പോൾ ആൻസർ ഇതാണ്. ഇനി സെക്കൻഡ് നമ്പർ എടുത്ത് എഴുതാം. 7 6 സീറോസ്. അപ്പോൾ ഇവിടെ എന്ത് എഴുതും? ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് 7 ആണ്. 7 കഴിഞ്ഞ് ഡെസിമൽ പോയിന്റ് ഇട്ടു. ഇനി ഇതെല്ലാം 0 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡെസിമൽ കഴിഞ്ഞിട്ട് 0. അപ്പോൾ 7.0 ഇൻറ്റു, ഇനി അപ്പോൾ ഇവിടെ ഡെസിമൽ ഇട്ടു എന്ന് പറഞ്ഞു. ആ ഡെസിമൽ കഴിഞ്ഞിട്ട് ഇനി എത്ര സീറോസ് ഉണ്ട്? 1 2 3 4 5 6. അപ്പോൾ നമുക്ക് 10ൻ്റെ ഫോമിലേക്ക് 10 raised to 6 എന്ന് എഴുതാം. ഇനി 7.0 എന്ന് പറയുമ്പോൾ എന്താണ്? 7. 7.0 എന്ന് പറയുമ്പോൾ 7 ആണ്. 7 ഇൻറ്റു 10 raised to 6. തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഡെസിമൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ 3 പോയിൻറ്റ് അല്ലേ, ഡെസിമൽ വന്നു. അപ്പോൾ ഇവിടെ 3 പോയിൻ്റ് എന്ന് പറഞ്ഞു. ഇനി അടുത്തത്, നേരത്തെ 2 കേസിലും എല്ലാം സീറോസ് ആയിരുന്നു ബാക്കി. ഇവിടെ നമുക്ക് നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ 3 പോയിൻ്റ് കഴിഞ്ഞിട്ട് നമ്പേഴ്സ് എന്തൊക്കെയുണ്ട്? 1865. അപ്പോൾ നമുക്ക് അതെടുത്ത് എഴുതാം. 1865. അപ്പോൾ ഫസ്റ്റ് നമ്പർ കഴിഞ്ഞു, ഡെസിമൽ ഇട്ടു. അതിനുശേഷം ഇവിടെ നമ്പേഴ്സ് ആയതുകൊണ്ട് ആ നമ്പേഴ്സ് എടുത്തെടുത്ത് എഴുതി. 1865 എന്ന് എഴുതി. ഇനി എന്തായിരിക്കും? ഇനി ഇൻറ്റു 10 raised to, അത് ഈ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളുണ്ടെന്ന് നോക്കാം. ഡെസിമൽ ഇട്ടല്ലോ നമ്മളിവിടെ. ആ ഡെസിമൽ കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ട് കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളുണ്ട്? 1 2 3 4 5 6 7 8 9. അപ്പോൾ 9 ഡിജിറ്റ്സ് ഉണ്ട്. സോ നമുക്ക് എഴുതാം 10 raised to 9. ഇത് ആൻസർ എന്താ? 3.1865 ഇൻറ്റു 10 raised to 9. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇതുപോലെ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഡെസിമൽ ഇട്ടു. അപ്പോൾ അതുപോലെ നമുക്ക് എഴുതാം 3 പോയിൻറ്റ് ഡെസിമൽ ഇട്ടു. അതിനുശേഷം നമ്പേഴ്സാണ്. അപ്പോൾ ആ നമ്പേഴ്സ് എടുത്ത് എഴുതി. 9 0 8 7 8. ഇനി ഇൻറ്റു 10 raised to എന്ത് വരും? ഈ ഡെസിമൽ ഇട്ടതിന് ശേഷം എത്ര സംഖ്യകളുണ്ട്? 1 2 3 4 5. അപ്പോൾ 10 raised to 5. സിമ്പിൾ അല്ലേ. ആദ്യം ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ ഇടുക. അതിനുശേഷം സീറോസ് ആണെന്നുണ്ടെങ്കിൽ എഴുതണ്ട, പോയിന്റ് 0 എന്ന് എഴുതിയാൽ മതി. നമ്പേഴ്സ് ആണെങ്കിൽ ആ നമ്പേഴ്സ് എടുത്ത് എഴുതി. ഇൻറ്റു 10 raised to, ആ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര സംഖ്യകൾ റൈറ്റ് സൈഡിലോട്ട് ഉണ്ടെന്ന് നോക്കാം. അത്രയും അത് നമ്മൾ പവറായിട്ട് എഴുതാം. ഓക്കെ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. 39087.8
ഓൾറെഡി ഇവിടെ ഒരു പോയിന്റ് ഇട്ട് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഡിജിറ്റ് എടുക്കുക. ഫസ്റ്റ് ഡിജിറ്റിന് ശേഷം ഒരു ഡെസിമൽ കിട്ടും. അപ്പോൾ 3 പോയിന്റ് വന്നു. ഇനി അതിന് ശേഷമുള്ള ഡിജിറ്റുകളെല്ലാം എടുത്ത് എഴുതുക. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് എഴുതി, അതിനുശേഷം ഒരു ഡെസിമൽ ഇട്ടു. ഇനി നമുക്ക് എല്ലാ നമ്പേഴ്സ് എടുത്ത് എഴുതാം. ഡെസിമലിന് ശേഷമുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 9, 0, 8, 7, 8 എല്ലാ നമ്പേഴ്സ് എടുത്ത് എഴുതി. ഇനി ഇൻറ്റു 10⁻². ഇനി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഡെസിമൽ നമ്മളിട്ടല്ലോ, ആ ഡെസിമലും നമുക്ക് അവർ തന്നിരിക്കുന്ന ആ ഡെസിമലിന് ഇടയ്ക്കുള്ള സംഖ്യകൾ മാത്രം കൗണ്ട് ചെയ്താൽ മതി. നമുക്ക് തൊട്ട് മുമ്പത്തേൽ നമ്മൾ എല്ലാ നമ്പേഴ്സും ഡെസിമലായിട്ട് എല്ലാ നമ്പേഴ്സും കൗണ്ട് ചെയ്യുമായിരുന്നു. ഇതിൽ അവർ തന്നിരിക്കുന്ന ഡെസിമലും നമ്മളിട്ട് ഡെസിമലിന് ഇടയിലുള്ള എത്ര നമ്പേഴ്സിന് നോക്കുക. അപ്പോൾ 1, 2, 3, 4. അപ്പോൾ 10⁻4 എഴുതി. അപ്പോൾ ആൻസർ ഈസ് 3.90878 ഇൻറ്റു 10⁻4. 6th ക്വസ്റ്റ്യൻ 3908.78. അപ്പോൾ ഇവിടെ ഡെസിമൽ ഇവിടെ തന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഡെസിമൽ ഇടാം. അപ്പോൾ 3 പോയിന്റ് വരും അല്ലേ. ഫസ്റ്റ് നമ്പർ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഡെസിമൽ ഇട്ടു. അതിനുശേഷം ഉള്ള എല്ലാ നമ്പേഴ്സും എടുത്തെഴുതുക. 3.90878. ഓക്കെ, ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞ് ഡെസിമൽ ഇട്ടു. എന്നിട്ട് എല്ലാ നമ്പേഴ്സും എടുത്ത് എഴുതി. ഇൻറ്റു 10⁻². എന്ത് വരും? നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തോട്ട് നമ്മളിട്ട ഡെസിമലിനും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഡെസിമലിന് ഇടയിലുള്ള ആ സംഖ്യകൾ എത്രയും നോക്കുക. ആ സംഖ്യകളുടെ എണ്ണമാണ് 10⁻³ വരും അല്ലേ. ഇവിടെ ഈ ഡെസിമലിന് ഇടയിലുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3. അപ്പോൾ 10⁻³. അപ്പോൾ ആൻസർ ഇസ് 3.90878 ഇൻറ്റു 10⁻³. 4th ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.